കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അത് ചർച്ച ചെയ്ത് സാധാരണ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ജാമിദ മുതൽപേരൊക്കെ ആയിരുന്നു. പക്ഷേ ജാമിദയൊക്കെ നമ്മുടെ ഷെഫീന ഇറങ്ങി ഇടിച്ച് നടപ്പിലാക്കിയതോടുകൂടി ഇപ്പം ആഗോള റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് നമ്മുടെ നുസ്രത്ത് ജഹാൻ എന്ന് പറയുന്ന ഒരു നുസ്രത്ത് തായം കൂടെ കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരും കൂടി കേരളത്തിലെ മുസ്ലിം വിഭാഗത്തെ, അതിലെ സ്ത്രീകളെ, അവരുടെ ഉന്നമനം, പുരോഗതി, വളർച്ച, ഉയർച്ച, പിന്നെന്തുവാ എന്നു വേണ്ട വികസനം അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിജ്ഞാബദ്ധരായി അവർ രണ്ടുപേരും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും കേരളത്തിൽ ഈ പറയുന്ന പ്രതിസന്ധി നേരിടുന്നത് മുസ്ലിം സ്ത്രീകളാണ് എന്ന തരത്തിൽ ചിന്തിക്കുന്നെങ്കിൽ അതിനും അവരുടെ കയ്യിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദം പോലെ ചില ഉത്തരങ്ങളുണ്ട്. കാരണം മുസ്ലിം സ്ത്രീകൾ 10 വരെ പ്രസവിക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാക്ഷേപം. അതിൽ നുസ്രത്ത പറയുന്ന ചില കാര്യങ്ങൾ ഭയങ്കര രസകരമായ കാര്യമാണ്. അതായത് ഈ 10 പ്രസവിക്കുന്നത് നുസ്രത്ത വിചാരിക്കുന്ന പോലെ നമ്മൾ ഏതെങ്കിലും തരത്തിലെല്ലാം മാവേലെറിയുന്നത് പോലെ എടുത്തു വെച്ചങ്ങ് എറിയുകയാണ് എന്നാണ് വിചാരിക്കുന്നത്. എന്തോ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ച അനുഭവമോ അല്ലെങ്കിൽ എന്ത് പ്രയാസമാണോ ഉള്ളതെന്ന് അറിയത്തില്ല. ഇത്ത പറയുന്നത് അത് വലിയൊരു പ്രശ്നവും പ്രതിസന്ധിയും ദുരന്തവുമായി മാറുന്നു എന്ന തരത്തിലാണ് ഇത്താടെ വ്യാഖ്യാനം. അതിലിത്ത പറയുന്ന ചില കാര്യങ്ങൾ ഇത്തായിക്ക് തന്നെ കോടാലിയായിട്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നുസ്രത്ത പറയുന്നുണ്ട്, ഇത്തായെ പ്രസവിച്ചത് പണ്ട് വീട്ടിലായിരുന്നു. അതിന്റെ അടിയിൽ ഫുൾ സുഡാപ്പികളെ നിരങ്ങല. എന്താ നിന്റെ മുമ്പ് തള്ള പ്രസവിച്ച വീട്ടിലല്ലേ? എന്റെ അമ്മ എന്നെ പ്രസവിക്കുമ്പോൾ ആ നാട്ടിലൊന്ന് എവിടെയോ പോണോ ഹോസ്പിറ്റലിൽ. അന്നത്തെ കാലത്ത് ഈ പറയുന്നത് പോലെ വീട്ടിൽ പ്രസവിക്കുന്ന സാഹചര്യമായിരുന്നു. അന്ന് അടുത്തെങ്ങും ആശുപത്രി ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ കാലം മാറി, ഇപ്പോൾ ആശുപത്രിയിലെ പ്രസവത്തിനുള്ള സാഹചര്യങ്ങളൊക്കെ ആയി എന്നാണ് പറയുന്നത്. എന്നാൽ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, അന്നൊന്നും ഈ പർദ്ദ ഒന്നും ഇത്രമേലില്ലായിരുന്നു, ഇപ്പോഴാണ് ഈ പർദ്ദയും ഹിജാബും ഒക്കെ വന്നത് എന്ന തരത്തിലാണ് ഇത്താടെ പ്രഖ്യാപനം. പർദ്ദയിട്ട് ശീലിപ്പിച്ച നമ്മളൊന്നും കുട്ടിക്കാലത്ത് കാണാത്ത ഒരു 15 വർഷം കൊണ്ടാണ് ഇത് സുലഭമായി കണ്ടത്. ഇവരെ മുഖവും മേലും ഒന്നും കാണിക്കില്ല. അപ്പൊ എന്താ പറയുക, ഒരു പെണ്ണിനെ എങ്ങനെ ഇല്ലാതാക്കാന്നുള്ളതിന്റെ തുടക്കം അവിടെ തുടങ്ങും. അപ്പോൾ അന്നത്തെ കാലത്തെ പ്രസവത്തിലെ മാറ്റം ഇത്ത അംഗീകരിക്കുന്നുണ്ട്, അത് നല്ലതാണെന്നും പറയുന്നുണ്ട്. പക്ഷേ വസ്ത്രത്തിലെ മാറ്റം അത് അംഗീകരിക്കുന്നില്ല. എന്തിത്തായെ എല്ലാ മുസ്ലിം സ്ത്രീകൾക്കും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സെക്രട്ടറി ആവാനൊന്നും ആഗ്രഹമില്ല, അംഗമാകാനും ആഗ്രഹമില്ല. അവർ അവരുടെ വിശ്വാസം അനുസരിച്ച് അവർ വസ്ത്രം ധരിച്ച് അവർ പരലോക ചിന്തയിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് ജീവിച്ചു പോരുക. ഇപ്പോൾ ഇത്ത പണ്ട് പറഞ്ഞതുപോലെ അന്ന് വീട്ടിലെ പ്രസവം ഇപ്പോൾ ആശുപത്രിയിലായെങ്കിൽ അന്ന് പർദ്ദ കാണാത്തതിന് പകരം ഇന്നിപ്പോൾ പർദ്ദയും ഹിജാബും ഒക്കെ കാണുന്നതിന് ഇത്തായിക്ക് എന്താ കേട്? ഇത്ത വിചാരിക്കുന്ന പോലെ തന്നെ ഈ കേരളം മാറണം, ഇത്തായെ പോലെ മാറണം. എന്ന് പറഞ്ഞാൽ പണ്ട് എൻ്റെ ഉമ്മ വീട്ടിൽ പ്രസവിച്ച സമയത്ത് എല്ലാവരും പ്രസവിച്ചു, ഇപ്പോൾ എല്ലാവരും ആശുപത്രിയിൽ പ്രസവിച്ചു. പണ്ട് ഞാൻ നോക്കിയെടുത്തൊന്നും ഹിജാബ് കാണാത്തത് കൊണ്ട് ഇനി ആരും ഹിജാബ് ഇട്ടേക്കരുത്. തീർന്നില്ല. പിന്നിത്ത പറയുന്നൊരു കാര്യം, 10 പ്രസവിക്കുന്നത് സ്വർഗത്തിൽ പോകുന്നതിന് വേണ്ടിയാണ്. ഞങ്ങളാരും പഠിച്ച ഇസ്ലാം മതത്തിൽ ഈ പറഞ്ഞതുപോലെ 10 മക്കളുണ്ടെങ്കിലേ സ്വർഗത്തിൽ പോകണം എന്ന് നിർബന്ധമില്ല. ഇത്ത യഥാർത്ഥത്തിൽ എന്തോ ഈ പഠിച്ചേ? ഇത്ത പഠിച്ചത് എലോൺ മസ്കിൻ്റെ എങ്ങാണ്ട് പുസ്തകമാണ്. കാരണം പുള്ളിയുടെ വിനോദമാണ് ഈ നടന്ന് കെട്ടിയും കെട്ടാതെയും സന്താനോൽപാദനം നടത്തി അതൊക്കെ എണ്ണിയിട്ട് കഴിഞ്ഞ ദിവസം ഒരു മോഡലായ സ്ത്രീ പറഞ്ഞത് ഈ തൻ്റെ കുട്ടിയാണെന്ന് പുറത്ത് പറയാതിരിക്കുകയും സുന്നത്ത് കല്യാണം നടത്താതിരിക്കുകയും ചെയ്താൽ, അത് പറഞ്ഞപ്പോൾ എനിക്ക് ആരിഫിനെ ഓർമ്മ വന്നു. പുള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട പോർഷനാണല്ലോ അത്. നടത്താതിരിക്കുന്നതിന് 128 കോടി രൂപയാണ് കൊടുക്കാമെന്ന് പറഞ്ഞത്. ഞങ്ങൾക്കറിയാവുന്ന പ്രവാചക പത്നിമാരിൽ പലരും മുൻകൂട്ടി സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പ്രവാചകൻ അറിയിച്ചവർക്ക് പോലും 10 പ്രസവിച്ചിട്ടില്ല, ചിലർക്ക് മക്കളില്ല, അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്ത പറയുന്നത് 10 പ്രസവിച്ചവരെ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മാനദണ്ഡം. അങ്ങനൊന്നുമില്ല. അതിപ്പോൾ ഒരുപാട് ജീവികൾക്ക് ഒരുപാട് മക്കൾ ജനിക്കുന്നുമുണ്ട്. അതിലൊന്നും സ്വർഗവും നരകവുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് അത്തരം സംഗതികൾ ഇരുന്ന് ഏത് മതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ത പറയുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. പിന്നെ ഇത്തായേ, നമ്മളെല്ലാം സാധാരണ പറയത്തില്ലേ, പോത്തിന്
ഏത്തയുടെ ഗുണം അറിയാവോ എന്ന് ചോദിക്കുന്ന പോലെ ഒരുപാട് കുട്ടികളെ പ്രസവിച്ചിട്ടുള്ള അമ്മമാർക്കും ഉമ്മമാർക്കുമൊക്കെ ആ കുട്ടികളെ കൊണ്ടുള്ള ജീവിതത്തിൻ്റെ സന്തോഷവും അതിൻ്റെ ഗുണവും അതിൻ്റെ അനുഗ്രഹവും ഒക്കെ നന്നായിട്ട് അറിയാം. അതറിയണമെങ്കിൽ ഇന്ന് ഏതെങ്കിലുമൊക്കെ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളൊന്ന് സന്ദർശിക്കണം. ആശുപത്രികളുടെ മതി, വലിയ വില കൂടിയ ആശുപത്രികളുടെ. അവിടെയൊക്കെ ചെല്ലുമ്പോഴേ അവിടെയൊക്കെ നോക്കാൻ നിൽക്കുന്നത് കൂലിക്കാരനാണ്, മക്കളില്ല. കാരണം ഉള്ള ഒന്നോ അരയോ ഉള്ളത് ചിലപ്പോൾ അങ്ങ് എങ്ങാണ്ട് പോയിരിക്കുക. അപ്പം ഞങ്ങളൊക്കെ ഈ 7-8 മക്കളുള്ള കുടുംബത്തിലൊക്കെ ജനിച്ചതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ, അതിൻ്റെ ഒരു അനുഗ്രഹവും അതിൻ്റെ ഒരു വലിപ്പവും മഹത്വവുമൊക്കെ അത് ഇത്തായിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ ഹിജാബ് അത് ധരിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. ഞാനിപ്പോൾ ദുബൈയിലാണ് ഉള്ളത്. ഇന്നലെ ഇവിടെ വന്നപ്പം വായിച്ച വാർത്ത എന്താണെന്നറിയാമോ? ദുബൈയിൽ ഒരു പെൺകുട്ടി സുൽത്താന സഫീർ, കൊല്ലംകാരിയാണ്. അവർക്ക് 1.5 മില്യൺ ദിർഹമോ മറ്റോ ഒരു സമ്മാനം കൊടുത്തിരിക്കുന്നു. ഇവിടുത്തെ ഷേഖ് ഹംദാൻ കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്നറിയോ? എന്തോ സവിശേഷമായ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തതിന്. അവർ ഹിജാബ് ധരിച്ചാൽ അത് വാങ്ങാൻ നിൽക്കുന്നത്. പല അഭിമുഖത്തിലും അവർ ഹിജാബും വസ്ത്രങ്ങളും ഒക്കെ ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തുണി അഴിക്കുക എന്ന് പറയുന്നത് ബുദ്ധി വികസിക്കുന്നതിന് വേണ്ടി വലിയൊരു ഗുണകരമായ സംഗതിയൊന്നുമല്ല. അതല്ലാത്ത വേറെ എന്തെങ്കിലുമൊക്കെ ഉപയോഗങ്ങളുണ്ടാവും. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും അറിവോ അല്ലെങ്കിൽ തുണി കുറച്ചിടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ബുദ്ധി വികസിക്കുന്നതായിട്ടോ ഒന്നും ചരിത്രത്തിലില്ല. അതുകൊണ്ട് ഈ കേരളത്തിലെ മുസ്ലിങ്ങളുടെ മൊത്തം ഹോൾസെയിലൂടെ ഏറ്റെടുത്ത് എന്തെങ്കിലും എവിടെങ്കിലും വല്ല നേട്ടവും ഉണ്ടാകുന്നതിന് വേണ്ടി ഉപയോഗിച്ചോ. പക്ഷേ അങ്ങനെ ഈ കേരളത്തിലെ മുസ്ലിങ്ങളുടെ നേതാവായി ഇത്താടെ വാക്കുകളും പാതകളും ഒക്കെ പിന്തുടരണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഒപ്പം ഇരിക്കുന്ന ജാമിദ ഇത്തായോടൊപ്പം ഇരിക്കാൻ നല്ല തുല്യായ ഒരാളാണ്. നമ്മൾ സാധാരണ 2 സംഗതികൾ ചെയ്യുമ്പോഴേ 2 ത്രാസും തുല്യമായിരിക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഈക്വൽ റേഞ്ചിന് പറ്റിയ ആളാണ് നിങ്ങൾ തമ്മിൽ. നിങ്ങൾ ഈ ചാനലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന് പകരം നിങ്ങൾ പരസ്പരം പറയുന്നതായിരിക്കും ഉചിതമാവുക. നന്നായിരിക്കട്ടെ.